ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വരെ ബിജുക്കുട്ട പസാട്ട നമ്മുടെ ഫസ്റ്റ് സ്കിറ്റ് തുടങ്ങാനുള്ള സമയമായി. അപ്പൊ നമുക്ക് തുടങ്ങണ്ടേ? ഒരു നല്ല കൈയടി, പിന്നെ നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, എല്ലാവർക്കും ഒരു നല്ല കൈയടി ഞങ്ങൾ തരികയാണ്. ആലപ്പുഴ ജില്ലയിലെ എടത്തുവ പഞ്ചായത്ത് ചങ്ങങ്കേരി. ഓക്കെ, എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടായ്മ? എങ്ങനെയാണ്? സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ തൊട്ടയൽവക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനയുണ്ടോ? ഞങ്ങൾ എല്ലാവരും തൊഴിലുറപ്പ് തൊഴിലാളികളും മക്കളും ഒക്കെയാണ്. അടിപൊളി. അപ്പൊ ഐറ്റം വരെ കാണാറുണ്ടോ? ഉണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് നിറയെ ചിരിക്കാനുള്ള ഒരുപാട് സ്കിറ്റുകളുമായിട്ട് നമ്മുടെ ടീം എല്ലാം റെഡിയാണ്. അപ്പൊ നമുക്ക് വിളിക്കാലോ? ഞാൻ ആദ്യത്തെ പേര് പറയുന്നത് മനോജ് വരൻചുഴി, സുമി, അജേഷ്. ഒരു സർക്കാർ ഓഫീസ് കിടക്കുന്ന കിടപ്പ് കണ്ട. ഇന്നലെ വൈകിട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞ് പോയപ്പോ ഞാൻ ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് ഈ ചപ്പും ചവറും വാരി എല്ലാം കളഞ്ഞതാ. എന്നിട്ട് ഞാൻ ആ പോയതിന്റെ പുറകെ ആരാണ്ട് ഇവിടെ വലിച്ചു പറിച്ചിട്ടേക്കുന്ന കണ്ടോ കണ്ടോ? ഈ ചപ്പും ചവറും വാരിയപ്പോ നിങ്ങൾ വിചാരിച്ചു കാണും ഞാൻ ഇവിടുത്തെ പ്യൂണാണെന്ന്. പ്യൂണല്ല, ഞാനാണ് ഇവിടുത്തെ സ്റ്റാർട്ട് ആയിക്കോട്ടെ, രജിസ്ട്രാർ ഓഫീസർ ഞാനാ. ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വരുന്നവരെ ഒബ്ജക്ഷൻ ഉണ്ടോന്ന് അറിയാൻ ഒട്ടിച്ചു വെക്കുന്ന 30 ദിവസം കൊണ്ട് കാലാവധി. പരാതി കൊണ്ട് കീറിക്കളയും. ഒരു പരാതി ഞാൻ ഒട്ടിച്ച നോട്ടീസിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എനിക്കങ്ങ് ഭയങ്കര കുശുമ്പായി ഇവരോടൊക്കെ. കാരണം എന്തോന്ന് അറിയാവോ? ഗുരുവായൂർ അമ്പലത്തിനെക്കാട്ടി കൂടുതൽ കല്യാണം നടത്തുന്നത് ഇവിടെ ഈ രജിസ്റ്റർ ഓഫീസിലാണ്. പക്ഷെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എനിക്കത് വിഷമമൊന്നുമില്ല. പക്ഷെ ഈ ഉച്ചയുടെ പൊറോസ് നിറച്ചാൽ ഞാൻ ആരെ കൊണ്ട് ഡൈ ചെയ്യിക്കുന്നു ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഞങ്ങളുടെ അമ്മച്ചിയാന്ന് കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത ഭയങ്കര സാധനമാ. ഞാൻ ഇപ്പോഴും കുഞ്ഞാന്ന് പറഞ്ഞോണ്ടിരിക്കുക. എന്തോ ചെയ്യാനാന്ന് പറ. അയ്യോ, ഈ അമ്മച്ചി എന്തൊരു പരിപാടിയാ കാണിച്ചേ? അമ്മച്ചിയെ മുട്ട പൊരിച്ച് വെച്ചിട്ടില്ലേ ചോറിനകത്ത്? ബാഗ് പറഞ്ഞപ്പോ മണം വന്നില്ലല്ലോ. മുട്ടയില്ലേ? അമ്മണി കോഴി മുട്ടയിട്ടില്ലേ? കോഴിമോട് പറയത്തില്ലായിരിക്കും മുട്ടയില്ലാതെ ചോറിറങ്ങത്തില്ലെന്ന്. മത്തയിലേയും ചീരയിലേയും കുമ്പളങ്ങ ഇലയുമോ? ഓ, ഞാൻ കാടും പടലും തിന്ന് എൻ്റെ ജീവിതം തീർക്കുകയേ ഉള്ളേ. ഒരു കഷ്ടമാന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ജീവിതം ഈ സർക്കാർ ഓഫീസിലെ പൊടിയും ചരങ്ങും തിന്ന് ചാവത്തേ ഉള്ളു മിക്കവാറും. കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവ വീണയാകൂ നീ ദേവി. കുറെ നാള് മുന്നേ എന്റെ മുമ്പിൽ വന്ന് അണയാത്തത് എന്തേ? നിന്റെ മുന്നിൽ വന്ന് അണയാൻ ഞാനെന്തുവാ? നിലവിളക്കോ? മാനാകാൻ പറ്റുമോ? ഞാൻ മാനാണല്ലോ. ആ മാനല്ല. പറ്റുമോ? മയിൽ, കുയിൽ, തത്തമ്മ, കിങ്ങണത്തി, പറ്റത്തില്ല. ഓലേ വാഞ്ഞിലി. എനിക്കൊരു പറ്റത്തില്ലെന്നത്. ഗന്ധർവനല്ലേ? ഗന്ധർവനോ? ആ, തലയിൽ ഞാൻ ഉണ്ടല്ലോ. നായോ? നായല്ലോ ചെയ്ത് എന്റെ നിറയായത്. അപ്പൊ പുകയ്ക്കകത്ത് നിന്നതോ? ഗന്ധർവൻ മാത്രമാണ് പുകയ്ക്കകത്തുനിന്ന് വരുന്നത്. റബ്ബർ ഷീറ്റ് പുകയ്ക്കകത്തുനിന്നാ വരുന്നത്. കൊടംപുളി പുകയ്ക്കകത്തുനിന്നാ വരുന്നത്. ചൂടുകട്ട പുകയ്ക്കകത്തുനിന്നാ വരുന്നത്. പോരാത്തിന് ഞങ്ങളുടെ അമ്മച്ചി രാവിലെ നേരം വെളുത്ത എന്നും പുകയ്ക്കാത്ത ഗ്യാസ് ഉണ്ടെങ്കിലും അവർ ചൂട്ട് കത്തിച്ച് പാചകം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വരുന്ന സാധനങ്ങളുണ്ട് പുകയ്ക്കകത്തുനിന്ന് ഗന്ധർവൻ. അപ്പൊ ആരായിരുന്നു? ഞാനോ? അത് പറയാം. ഞാനാണ് ഇവിടുത്തെ നാക്കു നോക്കി പിടിച്ചോ സബ് രജിസ്ട്രാർ ഓഫീസർ. അതാണ് സംഭവം. അതാ സംഭവം. കൊച്ചേത്താ സാറേ, ഇന്നെന്റെ കല്യാണം. എത്ര മണിക്ക്? ഇന്ന് 11 മണിക്ക്. എന്റെ ദൈവമേ, എന്നിട്ട് ഈ 10 ആകുമ്പോഴാണ് കൊച്ചെ വരുന്നത്. ഞാൻ ഈ വീട്ടിൽ പോകണം, വേറെ ഉടുപ്പും മുണ്ടും ഇടണം, എന്റെ ഈ നര കറപ്പിക്കണം. ഞാൻ ഇനി വന്ന ചോറും സാമ്പാറും കിട്ടുമോ എനിക്ക്? അയ്യോ, അതല്ല. അതുകൊണ്ട് ആ നോട്ടീസ് ബോർഡ് കണ്ടോ? ആ നോട്ടീസ് ബോർഡിൽ ഇരിക്കുന്നത് ഞാനാ. മുട്ടസൂചിയല്ല, ആ ഒട്ടിച്ചേക്കുന്ന എന്റെ കല്യാണം എന്നോട് വെച്ചതുകൊണ്ട്. കൊച്ചിന്റെ ആണോ? ആ, കഴിഞ്ഞ മാസം. അത് പറയണ്ടേ. കുഞ്ഞുമണി, ഡോക്ടർ ഓഫ് കുഞ്ഞുമോൻ, പുന്നാരിച്ചതിൽ വീട്ടിൽ ചേരിക്കൽ. ഒറ്റമോളെ പുന്നാരിച്ച് വളർത്തിയ ഇവിടെ വന്ന് നിൽക്കുന്നേ. ഇപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ചെറുക്കനാന്നോ? ഞാൻ വിചാരിച്ചു വേട്ടാവളിയും ബോർഡെ കൂട് വെച്ചേക്കുമായിരിക്കും. അല്ല, അത് ചെറുക്കനാന്നോ? കഴിഞ്ഞ മാസം 1-ാം തീയതി ഞാൻ കൊണ്ടുവന്ന അപേക്ഷ വന്ന. പക്ഷെ സാറിനെ ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ. അന്ന് ഞാനൊരു കയ്യേറ്റം തടയാനായിട്ട് പോയതായിരുന്നു. വനഭൂമിയിലാണോ കയ്യേറുന്നത്? വനഭൂമി ഒന്നും അല്ലെന്നേ. പിന്നെ എന്റെ അമ്മ ചെല്ലമ്മയും അപ്പുറത്തെ വീട്ടിലെ ശാന്തമ്മാമ്മയും തമ്മിൽ ഒരു വാക്കേറ്റം. അത് കയ്യേറ്റത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് അത് അടയാനായിട്ട് പോയതായിരുന്നു. അല്ല സാർ, ഈ നിസാര കാര്യത്തിന് സാറിന്റെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നത്? സാറിന്റെ ഭാര്യ ഇല്ലയോ?
എനിക്ക് ഭയങ്കര ഇഷ്ടമാ ഈ പുതിയ ബുക്കിന്റെ മണമൊക്കെ. മണം പിടിച്ചല്ലേ? പിന്നെ എനിക്ക് ഭാര്യയില്ല. അയ്യോ, സാർ കല്യാണം കഴിച്ചില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്ത് പറ്റി? സത്യം പറഞ്ഞാലേ ഞാൻ ഈ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഒത്തിരി പെണ്ണ് കണ്ട് നടന്നതാ. പെണ്ണ് കാണാൻ ചെല്ലുന്നിടത്തെല്ലാം ഈ പെണ്ണിന്റെ അച്ഛൻ പറയും സർക്കാർ ജോലിക്കാർക്ക് മോളെ കല്യാണം കഴിച്ചു കൊടുക്കത്തുള്ളത്. അങ്ങനെ ഞാൻ വാശിക്ക് PSC എഴുതി സർക്കാർ ജോലി വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോ ഈ പെണ്ണിന്റെ അച്ഛനും അമ്മയും പറയുന്നത് എന്തോന്നറിയാമോ? എന്തുവാ? സർക്കാർ ജോലിക്കാർക്ക് സ്ഥിരതയില്ല, എപ്പം വേണേലും സസ്പെൻഷനോ വിരമിക്കലോ നടക്കും, അതുകൊണ്ട് ഗൾഫുകാരനെ കൊടുക്കത്തുള്ളൂ പെണ്ണിനെ. എന്നിട്ട് ഞാൻ അവിടെ ഇവിടെ ചെന്നു 2-3-4 പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓരോ പെണ്ണിനും ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര കുറ്റവാ. മുടി പോരാ, മൂക്ക് പോരാ, കണ്ണ് പോരാ, നിറം പോരാ, അങ്ങനെ ഒന്നും പോരാ അമ്മയ്ക്ക്. അപ്പൊ സത്യത്തിൽ നിങ്ങളുടെ അമ്മ പോരാ? സത്യത്തിൽ പോരാ, പക്ഷെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, അങ്ങനത്തെ പോരെന്നല്ല, നിങ്ങളുടെ അമ്മയെ ശരിക്കും പോര് വഴക്കെന്ന് പറയുമായിരുന്നു. അമ്മയാ വഴക്ക്, അമ്മയാ വഴക്ക്. 11 മണിക്ക് കല്യാണം. എല്ലാം ചെയ്യാം, എല്ലാം ചെയ്യാം. അല്ല, കല്യാണം അനങ്ങാൻ നിന്നാ മതി, അനങ്ങാൻ നിന്നാ എനിക്ക് ഇതിപ്പോ കണ്ണിഞ്ഞ് വന്നാ മതിയോ? ചെറുക്കൻ വേണ്ട കല്യാണത്തിന്? അല്ല, ചെറുക്കൻ വരും, ചെറുക്കൻ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. എന്താ പിന്നെ രണ്ടുപേരുടെ വന്നാ പോരെ? അത് ഞാൻ കണ്ടിട്ടില്ല സാറേ. എന്തോ അവൻ മായാവി വല്ലതും വന്നു? അതെന്തോ അങ്ങനെ പറഞ്ഞത്? അല്ല, നിനക്ക് ഈ ഗന്ധർവനും മായാവിയൊക്കെയാണല്ലോ പെട്ടെന്ന് കിട്ടുന്നത്. അതല്ല, ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെട്ടതായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു? ഞാൻ പറയാം. അതെന്തോ ഒരു സംഭവം. ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരു ദിവസം പച്ച ലൈറ്റ് കത്തിച്ചോണ്ടിരുന്നപ്പോ വേറൊരു പച്ച ലൈറ്റ് അപ്പുറത്ത് കത്തി. അപ്പൊ ഞാൻ ആദ്യം ഇവിടുന്ന് ഒരു ഹായ് വിട്ടു, അപ്പൊ അവൻ ഇവിടുന്ന് ഒരു കൂവി വിട്ടു, പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ലവ് വിട്ടു, അവൻ ഇവിടുന്ന് ഒരു ഹാർട്ട് വിട്ടു, പിന്നെ ഞാൻ വീട് വിട്ട് ഇങ്ങോട്ട് പോയിരുന്നു. അപ്പൊ പച്ച ലൈറ്റ് കത്തിച്ചപ്പോ കിട്ടിയ ബന്ധമാണിത് സോഷ്യൽ മീഡിയയിൽ. അതെ, സോഷ്യൽ മീഡിയയിലെ ബന്ധമല്ലോ ഇങ്ങനെ പച്ച തുടങ്ങും അവസാനം നീല തീരും. സാർ അങ്ങനെ പറയരുത്. എനിക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് സാർ. അത് എന്റെ മൊബൈലിലും ഉണ്ട്, ബാക്കിൽ ഫ്ലാഷ്. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്കൊരു കഥയുണ്ട് സാറേ. ആണോ? സാറിന് അറിയാവോ, എന്റെ പപ്പയും മമ്മിയും സെപ്പറേറ്റാ. അയ്യോ, എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുമല്ലേ? ചൂടോളം ഒഴിച്ചിട്ടാണ് വേർപെടുത്തുന്നത്. ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്റെ ചെറുപ്പകാലം മുതലേ അവര് സെപ്പറേറ്റാ. ആണോ? എന്റെ ഡാഡിക്കാണെങ്കിൽ ഏത് സമയവും പൈസ 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 ഈ പൈസ എന്ന് പറയുവാന്ന് വായിന്ന് പൈസ അടിച്ചിറക്കുവാന്ന്? അല്ല, പൈസ 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 എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ സാറേ. ആണോ പപ്പയ്ക്ക്? അപ്പൊ പപ്പ ഭയങ്കര കോടീശ്വരൻ ആയിരിക്കുമല്ലോ. ആ വിചാരം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആണ് കിടക്കുന്നത്. പപ്പ ഇപ്പൊ എവിടാ? ഇപ്പൊ സിംഗപ്പൂരാ. സിംഗപ്പൂർ എവിടാ? നമ്മുടെ ഈ മാന്നാർ കഴിഞ്ഞിട്ട് ഹരിപ്പാട് പോകുന്ന റൂട്ടിൽ. അത് ബുധനൂരാ? ആ, ബുധനൂര്. അപ്പൊ പപ്പ എവിടാ? ബുധനൂര്. പിന്നെ ഈ സിംഗപ്പൂരിൽ തന്നെ ഇറക്കി കയറ്റി വെച്ചേ? അതിന്റെ വെയിറ്റിന് വെയിറ്റിന് പാറക്കല്ലെടുത്ത് വെച്ച പോരായിരുന്നു. അമ്മ എവിടാ വെച്ചാ നിന്റെ? അമരവിള. ഒരിക്കൽ പറഞ്ഞ ഒരു ഇതുമില്ല. നിനക്ക് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ടോ? നിനക്ക് എന്താ ഉണ്ട് നിനക്ക്? സാറിന് അറിയാത്തോണ്ടാ. എന്റെ ചെറുപ്പകാലം മുതൽ എന്റെ പഠനവും ഞാൻ വളർന്നതൊക്കെ എന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നാ. ഓരോ വിശേഷ ദിവസങ്ങളിൽ വരുന്ന വിഷുവിനും ഓണത്തിനും സംക്രാന്തിക്കും ഒക്കെ വരുന്ന സമ്മാന പൊതുകളിലായിരുന്നു എന്റെ പ്രതീക്ഷ ഞാൻ വളർത്തിയത്. എനിക്ക് ആരും സ്നേഹം തന്നിട്ടില്ല സാറേ. സത്യം പറഞ്ഞ എല്ലായിടവും ഞാൻ ഒറ്റയ്ക്കായിരുന്നു സാറേ. നിർത്തിയില്ലായിരുന്നു ഈ എമു ഇപ്പൊ മുട്ടയിട്ടതിനും കൂടെ. എന്താ പരിപാടി വെച്ചാൽ നിന്റെ എമു ഡാൻസിന് വന്നാന്നു മനുഷ്യന്റെ ജീവനും പോയി. ഇവിടെ നിൽക്കാം, വെള്ളം കുടിച്ചിട്ട് പോട്ടെ. എന്തൊരു കഷ്ടമാടാ ഇത്. കുഞ്ഞുമണി സംഗമോത്സവം, സംഗമോത്സവം, നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു ഞാൻ ഡാൻസ് കളിക്കുമോന്നോ. അതല്ല പേരിവിടെ വരുമെന്ന്. ഇനി എല്ലാരോടും എനിക്ക് പറയാമല്ലോ. എന്ത്? നിങ്ങൾക്കൊരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയാമോ? ആണൊരുത്തൻ പുറകിലുള്ളതാ. ഞാൻ വീരന്റെ പെണ്ണാണ്. എന്നാലും
വീര എന്താ ഇത്ര വരാ താമസിച്ചത്? അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുമോ? പപ്പ അവിടെ നോക്കിയിരിക്കുമല്ലോ. പിന്നെ പപ്പ ഉണ്ട്, മമ്മി ഉണ്ട്, എല്ലാരും നോക്കിയിരിക്കുക. ഞാൻ നോക്കിട്ട് പപ്പ കിടന്നുറങ്ങുന്നു, ഊരിയിട്ട വാറ് ചെരുപ്പ് പോലെ. അതെങ്ങനെ? ഇങ്ങനെ കിടന്നുറങ്ങുന്നു. ഞാൻ പിന്നെ നേരെ വാതിൽക്കെട്ട് വന്നപ്പോ ഞങ്ങളുടെ അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്നേ. ഞാൻ അപ്പൂപ്പന്റെ പുറത്തോട്ട് ജമ്പ് ചെയ്യാൻ തുടങ്ങി. പപ്പവും ചാടി എഴുന്നേറ്റു. പക്ഷെ എനിക്ക് അപ്പൂപ്പന്റെ അമ്മൂമ്മ ഭയങ്കര ഇഷ്ടോ. ഞാൻ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ നടുക്ക് കിടന്ന ഉറങ്ങുന്നത്. ഈ പ്രായത്തിൽ അതെന്തോ? എനിക്കതിക്ക് കറണ്ട് പോയാലും കാറ്റ് കിട്ടും. അതെങ്ങനെ? ഞങ്ങളുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയ്ക്ക് പല്ലില്ലല്ലോ. അവരിങ്ങനെ കിടന്നിട്ട് ശ്വാസപ്പെടുമ്പോ എനിക്ക് 2 സൈഡിൽ കാറ്റ് കിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വീര് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ എന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നത്? നിന്റെ കല്യാണം കഴിക്കട്ടെ, ഞാൻ നേരെ വീട്ടിൽ പോകും. എന്നിട്ട് എന്റെ പപ്പയുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറയും. എന്താ പറയാ? സോറി, എനിക്കൊരു അബദ്ധം പറ്റി, അകത്ത് കേട്ടെ. അയ്യോ, അങ്ങനൊന്നും പറയാ. പക്ഷെ എനിക്ക് കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കോ. സാറിനെ വിളിക്കട്ടെ, സാറ് നേരത്തെ തിരക്കായിരുന്നു. നമ്മുടെ കാര്യം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറിനെ വിളിക്കട്ടെ. സാറേ, സാറേ, നീരെത്തി സാറേ, നീരെത്തി. നീരാണെങ്കിൽ ഇച്ചിരി കുഴമ്പ് വെച്ച് ആവി പിടിക്കും. അതല്ല, എന്റെ ക്രഷ് നീരെത്തി സാറേ. ഇതാ എന്റെ ക്രഷ്, കല്യാണം കഴിക്കാൻ പോകുന്ന പ്രതിസുത വരൻ. പേന എടുക്കട്ടെ, പേന താഴെ പോയി. കിട്ടിയില്ലേ സാറേ? കിട്ടി സാറേ സമയം കഴിഞ്ഞു പോകുന്നു സാറേ. സമയം ഞാനാണ് സമയം തീരുമാനിക്കുന്നത്. ഞാനാണ് സമയം തീരുമാനിക്കുന്നത് കേട്ടോ. എന്താടാ പേര് നിന്റെ? നിർവികാരൻ. ഞാൻ നീരെന്ന് വിളിക്കും. ആണോ? കിടുക്കം പേരാ കേട്ടോ, കിടുക്കം പേരാ. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞോണ്ടാണ്. രണ്ടുപേരും അടുത്തിട്ടേക്ക്. ഉറപ്പല്ലയോ? പോറ്റത്തില്ലയോ? നല്ലോണം ജയിക്കത്തില്ലയോ? നല്ല ഉറപ്പാ സാറേ. പക്ഷെ അവനാ ഉറപ്പില്ലല്ലോ. നല്ല ഉറപ്പുണ്ട്. ഉറപ്പട്ടെ. നിന്റെ പേര് നിർവികാരൻ. അതെ. അച്ഛന്റെ പേരെന്തുവാടാ? രോമാഞ്ചൻ. KP രോമാഞ്ചൻ. രോമാഞ്ചൻ. അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞോണ്ടാന്നോ? ഇല്ല. ഓക്കെ. അപ്പൂപ്പന്റെ പേര്? അപ്പൂപ്പന്റെ പേര് കോരിത്തരിപ്പൻ. കോരിത്തരിപ്പൻ. ഓക്കെ. അമ്മൂമ്മയുടെ പേര്? ഉളകിത. അമ്മയുടെ പേര് പറ. തീർപ്പുമുട്ടി. നിന്റെ കേടേ കിടന്നായിരിക്കും തീർപ്പ് മുട്ടിയത്. കൊച്ചിനെ പോറ്റാനുള്ള സംഭവമൊക്കെ ഉണ്ടോ നിനക്ക്? അച്ഛന് വരുമാനമില്ല, അത് വെച്ച് പോറ്റാ. അച്ഛന് വരുമാനമുണ്ട്, അത് മതി. നിനക്കൊരു വരുമാനം ആകുന്നത് വരെ അച്ഛൻ വരുമാനം കൊടുക്കുമല്ലോ. ഓക്കെ. അപ്പോ നമ്മുടെ എല്ലാ എഴുത്തുകുത്തുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പിടും അച്ഛൻ. ഞാനാണോ ആദ്യം ഒപ്പിടണം? ഒപ്പിടും. ലേഡീസ് ഫസ്റ്റ്. ഒപ്പിടും. എന്നാ ഇവിടെ ഒപ്പിട്ടോ. ഇവിടെ ഒപ്പിട്ടോ. പിന്നെ കൊച്ചേ എന്താ പറയട്ടെ, ഒരു കാരണവന്റെ സ്ഥാനത്ത് നിന്ന് പറയുവാന്ന് വിചാരിച്ചാൽ മതി. അതത്രേ ഉള്ളൂ. നമ്മളൊരു പുതിയ ജീവിതത്തിലോട്ട് കടക്കുകയാണ്. പലതും നമ്മൾ പെണ്ണുങ്ങൾ സഹിച്ച് ക്ഷമിച്ചും നമ്മള് സഹിച്ചും ക്ഷമിച്ചിരിക്കണം. എടാ കൊണ്ടുപോടാ, ഇവന് ഒപ്പിട്ടില്ല കേട്ടോ. മതി കേട്ടോ, അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് ചെല്ലും. അമ്മയമ്മയൊക്കെ ചിലപ്പോൾ വേറെ സ്വഭാവമായിരിക്കും. പേപ്പർ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അതങ്ങനെ ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്തോളാം. പേപ്പർ വേണം. ഒപ്പിട്ടില്ലേ? ഒപ്പിടാൻ എന്താന്ന് ഒപ്പിടാ അറിയത്തില്ല. കല്യാണം കാറ്റാൻ നടക്കുക. തമ്പിടാം. തമ്പിയോ? തമ്പിയല്ലെന്ന്, തമ്പ് മതി. ഇങ്ങോട്ട് വാ. വിദ്യാഭ്യാസമില്ലാതെ കല്യാണം കഴിക്കാൻ നടക്കൂടാ. വിദ്യാഭ്യാസമില്ലാതെ കല്യാണം കഴിക്കാൻ നടക്കുമോടാ? നടക്കുമോടാ നീ വിദ്യാഭ്യാസമില്ലാതെ? അപ്പൊ ഓക്കെ. പിന്നെ പുതിയ ജീവിതത്തിലോട്ട് കടക്കുകയാണ്. നിങ്ങൾ എന്തായാലും അച്ഛനെയും അമ്മയും വെറുപ്പിച്ചോണ്ടൊക്കെയാണ് ഈ സംഭവം ചെയ്യുന്നതെന്ന് ഓർത്തോണം. അപ്പൊ ഇനിയുള്ള ജീവിതത്തില് അവരാരും നിങ്ങളുടെ കാണത്തില്ല. ഇത്രയും നാളും നിങ്ങളെ പോറ്റി വളർത്തി, നിങ്ങൾക്ക് ആഹാരം തന്ന് നിങ്ങളെ കാക്കയ്ക്കും മരുന്നിനും കൊടുക്കാതെ വളർത്തിയതാണ്. അപ്പൊ ഇനിയുള്ള കാലം ആരും കാണത്തില്ല, അത് ഓർത്തിട്ട് വേണം കേട്ടോ. പൂച്ച വെച്ച് കിടക്കുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നാടകമാണെന്ന് പറയുന്നത്. എന്തുവാ വിഷയം? എന്തുവാ? എന്റെ കല്യാണം നടക്കുവാന്ന്. അമ്മ വേണം, അച്ഛൻ വേണം, അമ്മ വേണം, അപ്പച്ചി വേണം, പെങ്ങൾ വേണം, അമ്മൂമ്മ അപ്പൂപ്പനും എല്ലാം വേണം. ഇനി അവരെ കൊണ്ടുവരാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞില്ലേ? എന്തോ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ ആരുമില്ലാതെ ഓടി വന്നില്ല. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്തോ ചെയ്യാനാ?
അയ്യോ, എന്റെ കൊച്ചി, ഇത് എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞിട്ട്. സാറേ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കും സാറേ. വീട് നഷ്ടപ്പെട്ടു പോയാ ഞാൻ സാറേ. അപ്പൊ നിന്റെ അമ്മാവനും അച്ഛനും എല്ലാം വേണം. ഓക്കെ, സെറ്റപ്പ് ആക്കിയ പോരെ. അപ്പൊ അമ്മ പറയാതെ നീ ചടങ്ങ് ചെയ്യത്തില്ല. ഇല്ല. നിർവികാരോ ദക്ഷിണ കൊടുക്കടാ. അച്ഛനെന്തിയെ? എങ്ങനെ കള്ള അച്ഛനെന്തിയെ? ഇനി അച്ഛനെ ഞാൻ ഉണ്ടാക്കണം. അച്ഛനെ എങ്ങനെ? അച്ഛന് ദക്ഷിണ മോനെ. സമാധാനായി. അതിന് കെട്ടി അപ്പൂപ്പൻ അപ്പൂപ്പനോ? എന്തൊരു കഷ്ടം പിടിച്ച ഇടപാടാണ്. അപ്പൂപ്പൻ സാറേ സമയം പോകുന്നു സാറേ, സമയം പോകുന്നു സാറേ. പെട്ടെന്ന് സാറിന് പറ്റും, സാറിന് പറ്റും. അപ്പൂപ്പന് എന്റെ അപ്പൂ ഇത്ര ഓപ്പറേഷൻ കാണിക്കത്തില്ല. എത്ര ഓപ്പറേഷൻ? കല്യാണം അല്ലേ? അപ്പൂപ്പൻ രണ്ടെണ്ണം അടിച്ചതാ മക്കളെ. ദക്ഷിണ അപ്പച്ചി 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 മാമി വേണം. അപ്പച്ചിയോ? മോനെ കല്യാണത്തിന് സമയമില്ലടാ. അപ്പച്ചിക്ക് ദക്ഷിണാടാ. ഇത്ര ഫിഗർ സ്റ്റേജ് ചെയ്തായിരുന്നു എത്ര പൈസ കിട്ടിയത്. കഴിഞ്ഞല്ലോ, സമ്മാനം കഴിഞ്ഞല്ലോ. നീ തലയെടുത്ത് കെട്ട. തലയെടുത്ത് കെട്ട്. കെട്ടങ്ങോട്ട് കെട്ടങ്ങോട്ട് കെട്ട് 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 കെട്ട്. പെങ്ങള് വന്നില്ല. പൊറേഷൻ പിടിച്ച് കെട്ടാ പെങ്ങള് വന്നില്ല. പെങ്ങള് വന്നില്ല. സാരി എടുത്തോണ്ട് പോകും നാത്തൂനെ. പെങ്ങള് വന്നില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. താലി കെട്ടി. എന്നിട്ട് ഇനി മാല എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണം. മാല എടുക്ക, മാല എടുക്ക, മാല എടുക്ക. മാല എടുത്തു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. കരുത്തലോട്ട് ഇടണം. എന്റെ ഇട ഇട അങ്ങോട്ട് ഇറി. അങ്ങോട്ട് ഇടാ. അങ്ങനല്ല. അവളെ ഇടട്ടെ. എന്നിട്ട് എന്നിട്ട് ഇനിയും നമുക്ക് നിലവിളക്ക് ഒരു 3 റൗണ്ട് വെക്കണം. അപ്പച്ചി വേണം. അപ്പച്ചി നിലവിളി കുടിക്കണം. അയ്യോ ഞാൻ നിലവിളക്കിന് നാളെ രജിസ്റ്റർ ചെയ്യാനുള്ള ആധാരം പറഞ്ഞേ. മതി 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 മതി. നിക്ക് 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 നിക്ക്. സമാധാനമായല്ലോ. എന്നിട്ട് എടാ, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോടാ അവളെ. വീട്ടിൽ കൊണ്ടാൻ പറ്റത്തില്ല. വീട്ടിൽ കയറ്റത്തില്ല സാറേ ഞങ്ങളുടെ. വിഷയമാണോ? വിഷയമോ? ഒരു കാര്യം, ഒരു വാടക വീട് വല്ലതും എടുത്ത് അങ്ങോട്ട് കൊണ്ടു. എന്നിട്ട് എന്തുവാ ഇന്നേ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ, ആദ്യരാത്രി അല്ലേ, വൈകിട്ട് 7 മണിയൊക്കെ ആവുമ്പം ഈ കൊച്ച് ഒരു ഗ്ലാസ് പാലുമായിട്ട് നിന്റെ അടുത്ത് വരും. എന്നിട്ട് നീ അതിന്റെ പകുതി പിടിക്കണം, പകുതി അവക്ക് കൊടുക്കണം. എന്നിട്ട് അവളൊരു പഴം നിനക്ക് തരും. എന്നിട്ട് നീ പകുതി കഴിക്കണം, ബാക്കി അവക്ക് കൊടുക്കണം. എന്നിട്ട് എന്തുവാ നിങ്ങൾ ആ കട്ടിലെ കുറച്ച് നേരം ഇരിക്കണം. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടല്ലോ. എന്നിട്ട് കൊന്നിട്ട് ഇവരെ കൊന്നിട്ട് നീ ആരെയും കൂടെ പോടി. കല്യാണം കഴിക്കാതെ ഞാൻ പറഞ്ഞു കൊടുത്തു. അവര് എന്നിട്ട് നീ എന്തിനാണ് കല്യാണം കഴിച്ചത്? എനിക്ക് കുടുംബജീവിതം അറിയത്തില്ല. ചതിക്കാതെ കൊച്ചിനെ വിളിച്ചോളൂ. കുടുംബജീവിതം അറിയത്തില്ല. കുടുംബജീവിതം അറിയത്തില്ല. കള്ളഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ വിശ്വസിക്കരുത്. ഇവർ കളിപ്പിക്കുക കൊച്ചിനെ. കുടുംബജീവിതം അറിയത്തില്ല. കുടുംബജീവിതം നിനക്ക് അറിയത്തില്ലെന്നുള്ളതിന് എന്തുവാണ് ആ തെളിവ്? അതുകൊണ്ടല്ലേ 4 ഭാര്യമാര് കളഞ്ഞിട്ട് പോയത്. ഇവൻ വീരുമല്ല, ഇവൻ വീരൻ, കല്യാണ വീരൻ. മനോജേ, അജേഷേ, സുമി, അടിപൊളി, സൂപ്പർ. നേരെ ഞാൻ ബിജുക്കുട്ടിലേക്ക് കൊടുക്കുകയാണ് അഭിപ്രായങ്ങൾ പറയാം. ബിജുക്കുട്ടാ, ഒരു രക്ഷയില്ലട്ടാ, ഒരു രക്ഷയില്ലാണ്ടായി പോയി. അത് എന്ത് പറഞ്ഞ് നിങ്ങൾ തുടങ്ങണമെന്ന് പോലും പറ്റണില്ല. അത് അത്രക്ക് നേരത്തെയൊക്കെ നിങ്ങൾ 3 പേര് വരുമ്പോൾ ചിലപ്പോൾ സുമിയായിരിക്കും ചില കാര്യങ്ങൾ ഇടുന്നത്. അത് നമുക്ക് എടുത്ത് പറയുന്നൊക്കെ വിധത്തിൽ അത് സുമി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മനോജ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അജേഷ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും സ്കിറ്റിൽ ഒരാളായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇത് 3 പേരും കിടിലോസ്കി ആയിരുന്നു കേട്ടാ. ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മനോജ്, നിങ്ങൾ വന്നിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നു കേട്ടാ. നിങ്ങളെ 3 പേരുടെയും കോമ്പിനേഷൻ ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി കളഞ്ഞ്. ആദ്യം തന്നെ നമ്മൾ അജേഷ് വന്നതിന് ശേഷം തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെന്താണ് ഏതാണ്. പിന്നെ ഇതിനകത്ത് തമാശ എവിടെയാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമാക്സ് വരെ തമാശ പറഞ്ഞങ്ങ് നിർത്തുന്നില്ലേ. അതെനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർ പറയുന്ന ആ ചിരിയിൽ കൊണ്ടുവന്ന് പടന്നേൽ അല്ലേ, പടന്ന ചേട്ടൻ്റെ ആ ഡയലോഗിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചത്
ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ തമാശകളുടെ കേസ് പറയാനില്ല. എന്തെന്നാണ് എനിക്ക് പറയാ, ഒപ്പിടുന്ന കേസില്ലേ, ഈ ഒപ്പിടാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് എത്ര നേരം നീണ്ടുപോയി. പക്ഷെ അത്രയും നേരം നമ്മളെല്ലാം ചിരിക്കായിരുന്നു. കാരണം ആ സാധനം നിങ്ങൾ എത്രയോ നീട്ടി, അത്രയും ഗ്രാൻഡായിരുന്നു അത്. പിന്നെ പുള്ളിയുടെ കയ്യിൽ മറ്റേ തമ്പടിച്ച് ഒപ്പിടാൻ നിന്ന് കുറേ ആക്ഷൻ സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞാലും മതിയാവൂല, ബാക്കി രണ്ടുപേരും പറയാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഓൾ ദ വെരി ബെസ്റ്റ്. സാധാരണ നിങ്ങളുടെ നല്ല കൗണ്ടേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ ഇത് കൗണ്ടേഴ്സ് പകുതിയും നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ ഡാൻസും അതിലാണ് നിങ്ങളുടെ ഈ പ്രോഗ്രാം കയറിയിരിക്കുന്നത്. സാധാരണ നിങ്ങളുടെ സ്കിറ്റുകളിൽ ഇത്രയും ഡാൻസും ഇത്രയും ആക്ഷൻ കോമഡി ഉണ്ടാകാറില്ല, അല്ലേ ബിജുക്കോട്ട? ഇത് ആക്ഷൻ കോമഡി ആയിരുന്നു നിങ്ങളുടെ. ഒരു പക്ഷേ ഈ ആക്ഷൻ കോമഡി വേറൊരു ടീം ചെയ്തിരുന്നെങ്കിൽ പറഞ്ഞേനെയോ അത് ഇത്തിരി ഓവറായി പോയി എന്ന് പറഞ്ഞേനെ. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ട് ആളെ ചെറുക്കനെ മനോജനെ കണ്ടു കഴിയുമ്പോൾ അടിയിൽ കൂടി രജിസ്ട്രാർ വന്നിട്ട് നമ്മളെല്ലാവരെയും ആളെപ്പറ്റി കാണിക്കുന്ന അതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഒരു ചിന്താഗതിയിൽ വരുന്ന ഒരു ത്രെഡല്ല അത്. അതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് നമ്മൾ ചിന്തിക്കാത്ത. അതുപോലെ ആ സ്റ്റെപ്പ് വെച്ച് നടക്കുന്ന കടന്ന് പറഞ്ഞിട്ട് പോകുന്ന പിടിവിട്ട് പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മുഴുവൻ ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ ക്ലൈമാക്സ് ഗംഭീരമായിട്ടുണ്ട്. അത് ബിജുക്കുട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് പറയാത്തതാണ്. ഓൾ ദ ബെസ്റ്റ്. മനോജെ, സുമി, അജേഷേ, സൂപ്പർ ഹിറ്റ് സ്കിറ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ഹിറ്റ് സ്കിറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ബ്രില്യൻസ്, സ്ക്രിപ്റ്റിലുള്ള ബ്രില്യൻസിനെ കുറിച്ച് ഞാൻ പറയട്ടെ. നമ്മൾ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട്. ആദ്യം വരുന്നു ഇതിനകത്ത് അജേഷ് വന്ന പൊടിയൊക്കെ ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഗന്ധർവൻ്റെ പാട്ടിടുക. ഈ പാട്ട് കഴിഞ്ഞ് സുമി വന്നു കഴിഞ്ഞിട്ട് ഗന്ധർവനായിട്ട് കാണുന്നത് ഈ നരയാന്നുള്ളത് പിന്നീടാണ് രജിസ്റ്റർ ചെയ്തത്. അതിനാണ് കൈയടി കൊടുക്കേണ്ടത്. കാര്യം വെച്ചാൽ ഒരു ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മളും പഴയ ഞാൻ ഗന്ധർവ സിനിമയിലെ പോലുള്ള സാധനം വെച്ചിട്ടുണ്ട്. ആ നര അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരച്ചതിനൊരു ഉഗ്രം കൈയടി. കാര്യം അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തു, നമ്മളത് ക്രിയേറ്റ് ചെയ്തു. കാര്യം അതിനകത്ത് നമുക്ക് വേറെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അതിനൊരു തുടക്കം എന്ന് പറയുന്നൊരു സാധനം ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ സുമിയുടെ പെർഫോമൻസ്, സുമി നിങ്ങൾ ഒരു രക്ഷയില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പിന്നെ അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു പോക്കാണ്. നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. കാര്യം ഈ പൊടിയൊക്കെ വരുമ്പോഴും വർത്തമാനം പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഭയങ്കര രസമാണ്. അതിനുശേഷം വന്ന് മനോജിനെ കണ്ടപ്പോൾ നിങ്ങൾ തമ്മിൽ ഡാൻസ് ഉണ്ട്, മറ്റേ ടക്ക് അടിയില്ലേ, നെഞ്ചത്തിട്ടുള്ള അടിയും ആ ഒരു സാധനമൊക്കെ ഉഗ്രം ടൈമിംഗ് ആയിരുന്നു. പിന്നെ അജേഷ് എനിക്കൊന്ന് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ സെൻട്രൽ കളിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അതിശയിപ്പിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുടുംബക്കാരുടെ പേര്. ഇത് എവിടുന്ന് കിട്ടിയ പേര്? ഇത് എവിടുന്ന് കിട്ടിയ കുടുംബക്കാരുടെ പേര്? ഇത് അസാധ്യ പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാ പേരുകളും ഭയങ്കര രസമുണ്ട്. പിന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് വന്നു. പിന്നെ പ്രശ്നം പറഞ്ഞ പോലെ ഈ ഡെസ്കിനടി വന്നിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ പരിപാടി ഉണ്ട്. അതായത് ആ ചിരി ഉണ്ടല്ലോ, അതിനൊരു 100 മാർക്ക് കൊടുക്കണം. അതെന്നുവെച്ചാൽ നിങ്ങൾ ചെയ്ത എഫേർട്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടി. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്നു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗംഭീരമാക്കി ചെയ്തു. അതാണ് ഇന്ന് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നിങ്ങൾ 3 പേരും ഒരുപാട് ആരാധകരുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ സ്കിറ്റുകൾ കാണാൻ നമുക്കും ആഗ്രഹമാണ്. ഇതുപോലെ ചിരിപ്പിച്ചതിന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ബിഗ് സല്യൂട്ട് തരികയാണ്. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ മാർക്കിലേക്ക് പോകാം അല്ലേ ബിജുക്കുട്ടാ? ഞാൻ കണ്ണും പൊട്ടി 25,000 രൂപ കൊടുക്കും. ഓ അടിപൊളി. അപ്പം ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 25,000 രൂപ. അപ്പോൾ ടോട്ടൽ 50,000 ആയി. 50,000 ആയി. ബാക്കിയുള്ള അവിടെ തരാം. അവിടെ നോക്കിക്കോ. പറയോ, എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ മാരേജ്. അതായത് ഭാര്യ വരുന്നു, വേറെ ആളെ കല്യാണം കഴിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഭർത്താവ് അവിചാരിതമായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നു, ഇവിടെ തടസ്സപ്പെടുത്തുകയെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ത്രീയെ ആദ്യം എടുത്ത ത്രെഡ് അതായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീയെ നമ്മൾ നെഗറ്റീവ് കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഒരു കാമുകനെ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തി ഒരു ഞാൻ വിചാരിച്ച അവസാനം അജേഷ് കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചു. സുമി ഇതൊരു മൊണ്ണപ്പനല്ലേ, അപ്പൊ അതിനെ തട്ടി മാറ്റിയിട്ട് കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചു ക്ലൈമാക്സ്. പക്ഷെ ഇത് ഗംഭീരമായിരുന്നു. അജേഷേ, ഈ വരണ്ട് വിണ്ട് കീറി കിടന്ന പാടത്ത് മഴ പെയ്ത അവസ്ഥയാണ് ഇപ്പൊ ഈ 75 കുറേ നാളെ ഒരു പഞ്ചടിച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. പിന്നെ പറഞ്ഞാലേ ഈ പ്ലേ ഒക്കെ കേട്ടുമ്പോൾ നമ്മളിങ്ങനെ സംശയിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ റിഹേഴ്സൽ സമയത്ത് ചെയ്യുന്നത് പോലെ വർക്കൗട്ട് ആവും. കാരണം റിഹേഴ്സൽ ചെറിയൊരു ഇടത്തല്ലേ ചെയ്യുന്നത് നമ്മൾ. പക്ഷെ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തതെല്ലാം വർക്കൗട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഒത്തിരി സന്തോഷം. അടിപൊളി. അതെ, അജയ് ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ഗ്യാപ്പ് ആയെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് 2-3 ഷെഡ്യൂളിൽ ഗ്യാപ്പായി. ഇപ്പോൾ ഒരു പഞ്ചടിച്ചിട്ട് എല്ലാ സ്കിറ്റ് ചെയ്യുമ്പോഴും പഞ്ചടിക്കണം, എല്ലാവരെയും ചിരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ ഓരോ ദിവസത്തെ
ഭാഗ്യക്കേട് പോലൊക്കെ ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലേ പോകും. എല്ലാ സ്കിറ്റും അത്യാവശ്യം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് വർക്ക് ചെയ്യും, റിഹേഴ്സൽ ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന. ഓരോ തവണയും ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ഒത്തൊരുമ. സുമിയോട് എന്ത് പറഞ്ഞാൽ അജേഷിനോട് എന്ത് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ആ ക്യാരക്ടർ. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും. അടിപൊളി. മനോജ്, സുമി ആൻഡ് അജേഷ്, ഒരുപാട് താങ്ക്സ്. വീണ്ടും ഗംഭീരമായ സ്കിറ്റുകൾ വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബിജുക്കുട്ട പ്രസാദ, നമ്മുടെ അടുത്ത സെഗ്മെന്റ് നമ്മുടെ ഐറ്റം വരൽ ഏറ്റവും അധികം വൈറലായി ആൾക്കാരെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റാണ്. ഓ, നാട്ടിലെ കോമഡിക്കാർ. പിന്നെ ഓക്കെ. അപ്പോൾ ഇനി വരാൻ പോകുന്നതും അങ്ങനെ 3 പേരാണ്. അപ്പൊ ആരൊക്കെ പറഞ്ഞത് വരുന്നത്? വരുന്ന 3 പേര്, ഒന്ന് ബിനോയ്, പിന്നെ രതീഷ്, അതുപോലെ വിനോദ്. ഇങ്ങനെ 3 പേരെ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? അപ്പം രതീഷ്, ബിനോയ് ആൻഡ് വിനോദ്. സിദ്ധി വിനായകം പാടാനല്ലോ സപ്തസ്വരങ്ങൾ തന്നു നീ. അമ്മേ ശരണം, ദേവി ശരണം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ചിങ്ങവനം ചിക്കു നാന പാപ്പാനെ കാത്ത് കമ്മിറ്റി ഓഫീസിൽ വന്നിപ്പുണ്ട്. പാപ്പാൻ ഷിബു ഒന്ന് കളക്ട് ചെയ്യേണ്ടതാണ്. അമ്മേ ശരണം, ദേവി ശരണം. കൃത്യം 8:30 തന്നെ തോപ്രാംകുടി ദാസൻ സംഘം അവതരിപ്പിക്കുന്ന കച്ചേരി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി പറയുന്നത് ഭക്തജനങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ തോപ്രാംകുടി ദാസൻ വർഷങ്ങളായിട്ട് കമ്മിറ്റി ഓഫീസിൽ വന്ന് പരിപാടി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത്തവണ ഞങ്ങൾ കമ്മിറ്റിക്കാർ ഈ പരിപാടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ടിവിയുടെ മുമ്പിൽ ഇരിക്കുക, ദയവ് ചെയ്ത് വന്ന് ഈ പരിപാടി കാണണം. അല്ലെങ്കിൽ അടുത്ത വർഷവും ഇത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നൊരു പ്രത്യേക അറിയിപ്പാണ്. അമ്മേ ശരണം, ദേവി ശരണം. ചുമ്മാ പറയുന്നതാണ്. ഇവരുണ്ടല്ലോ ഈ കമ്മിറ്റിക്കാർ എന്റെ വീട്ടിൽ വന്ന് എന്റെ കാല് പിടിച്ച ഈ പരിപാടി ബുക്ക് ചെയ്ത് എന്നിട്ടിപ്പോ പറയുന്നു കേട്ടോ, ഈ പൈസ തരാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ ഇവരുടെ അടവല്ലേ? ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നു. ഏതായാലുവേ നമുക്ക് ഈ കച്ചേരി ഇതൊക്കെ സാധമൊക്കെ ചെയ്യുന്ന കൊണ്ട് തുടങ്ങാം. പറഞ്ഞേ തകഴി നാരാണെന്നാ പറഞ്ഞേ. പിന്നെ എടാ തദരീന, അതൊക്കെ സംഗീതത്തിന്റെ ഓരോ രാഗങ്ങളല്ലേ. എടാ നിനക്ക് ഈ സംഗീതത്തിന്റെ രാഗങ്ങളെ കുറിച്ച് വല്ലതും അറിയാവോ? ആശാൻ എന്റെ അച്ഛന്റെ രോഗങ്ങളെ പറ്റി വല്ലതും അറിയാവോ? അങ്ങനെയാണോ ഞാൻ അറിയുന്നേ? പിന്നെന്താ ഞാനിത് അറിയുന്നത്? ഞാനിവിടെ ഒന്ന് കൊട്ടിയാ പോരെ? നീ കൊട്ടിയാ മതി, പക്ഷേ ഉണ്ടല്ലോ നീ കൃത്യസമയത്ത് വരണം. കാരണം ഈ പരിപാടി കഴിഞ്ഞാലുടനെ ഈ പൈസ എടുത്തിങ്ങനെ എണ്ണി ഞാൻ നിനക്ക് തരുന്നതല്ലേ. എങ്ങനെ? എടാ പൈസ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എണ്ണി നിനക്ക് ഞാൻ തരുന്നില്ലേ? ആശാൻ ഇങ്ങനെ എണ്ണിട്ടുണ്ടല്ലോ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തരും. വണ്ടിക്കൂലി മാത്രമല്ല മനുഷ്യൻ നിങ്ങൾ എനിക്ക് തരുന്നത്. നിനക്ക് അതേലും കിട്ടുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവന്റെ വെല്ലുവിന്റെ ലിഫ്റ്റ് അടിച്ചാ വീട്ടിൽ പോന്നെ. എങ്കിൽ പിന്നെ ഇത് നിർത്തിക്കൂടെ? വെറുതെ ഈ പണിയായിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ? എടാ സംഗീതത്തോടുള്ള ഇഷ്ടം കഷ്ടം. നീ എന്തു പറഞ്ഞാലും വരാൻ താമസിച്ചത് വളരെ മോശമായി പോയി. എന്റെ പൊന്നാശാരെ, എന്റെ 6 മാസമായ കൊച്ചിനെ പല്ല് കിളുത്ത് വരുന്നതേ ഉള്ളൂ. എനിക്ക് അവരെയൊക്കെ കളിപ്പിച്ചോണ്ടിരിക്കണ്ടേ? എടാ കുഞ്ഞെ, ഈ പിള്ളേരെയൊക്കെ കളിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു വേണം അവരെ കളിപ്പിച്ചോണ്ടൊക്കെ ഇരിക്കാൻ. ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന ഇത്ര ഉറപ്പാർക്കാ? അതിനാ ആശാന്റെ പരിപാടിയല്ലേ? എടാ ഒരു കാര്യം പറയണം, ഈ സംഗീതം എന്ന് പറഞ്ഞാണല്ലോ എന്റെ അമ്മ, അതറിയാവോ? അപ്പൊ ഡാൻസ് നിങ്ങളുടെ അച്ഛനാണോ? അതേടാ അതെ. എന്റെ മൂത്ത പെങ്ങള് മോണാക്റ്റും ഇളയ അനിയം മിമിക്രിയുവാ. അവൻ എന്നെ കളിയാക്കുന്നു. നിനക്ക് ഈ മൃദംഗത്തിന്റെ ജതിയെ കുറിച്ച് വല്ലതും അറിയാവോ? എനിക്കതൊന്നും അറിയത്തില്ല. എനിക്ക് എന്റെ ഗതികേട് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ വന്നിരിക്കുന്നത്, അറിയാവോ? ഇതാണ് എന്റെ ഗതി. കണ്ടോ എന്റെ ഗതികേട് കണ്ടോ? എടാ മണിയോ, എടാ ഭയങ്കര പ്രഷറാണല്ലോടാ. ഇപ്പൊ അത് കാണിക്കണം. എന്നത് പ്രഷറേ? അതല്ലെന്ന്. പിന്നെ വെളിയിൽ കമ്മിറ്റിക്കാരുടെ നല്ല പ്രഷറുണ്ട്. എന്നാന്നറിയാവോ? ഈ പരിപാടി എങ്ങാനും തൂപ്പറായി പോയില്ലെങ്കിൽ തീറ്റി പോയാലുണ്ടല്ലോ അമ്മാര് വീട്ടിൽ വിടുതലെന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ ദൈവമേ ആശാനെ, ഞാൻ ഇന്നലെ നിങ്ങളുടെ വീടിന്റെ അതിലെ വന്നപ്പോഴത്തേക്ക് ആശാൻ ഭയങ്കര ആലോചനയായിരുന്നല്ലോ. അതെന്നാ സംഭവം എന്നറിയാവോ? എടാ ഫെബ്രുവരി 16 തീയതി നമുക്കൊരു ടൂർ അങ്ങ് പോകണം. അതിനകത്തിനാ? എടാ അന്നല്ലേ ശിവരാത്രി. കേരളത്തിലെ എല്ലാ കലാകാരന്മാർക്കും അന്ന് പരിപാടിയാ, നമുക്ക് മാത്രം പരിപാടിയില്ല. അങ്ങോട്ട് പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. അതാകുമ്പോ ആരോടും മറുപടി പറയണ്ടല്ലോ. എന്റെ വണ്ടിക്കൂലി പോലും ഇല്ല. നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ ഫുൾ ചെലവ് ഞാൻ ഏറ്റു. ഓക്കെ ആണല്ലോ? ഇതിനിടയ്ക്ക് ആരാടാ വിളിക്കുന്നത്? ഹലോ, ഞാൻ തിരുവല്ലാമലയെന്നാ. എടാ തിരുവല്ലായി മലയുണ്ടെന്ന് പറയാൻ വിളിച്ചതാ. പറഞ്ഞു കൊടുക്കേ. എടാ തിരുവല്ലായി മാത്രമാണ് മല. ഇവിടെ കഞ്ഞിക്കുഴി മലയുണ്ട്, കോട്ടയത്ത് മലയുണ്ട്, പൊൻകുന്നത്തും മലയുണ്ട്. അതല്ലെന്നു. പിന്നെ തിരുവല്ലാമല ക്ഷേത്രത്തിൽ കമ്മിറ്റിക്കാരൻ വിളിക്കുക. അയ്യോ, എടാ കമ്മിറ്റിക്കാരനാ? പറഞ്ഞു എന്താണ്? പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെന്താ പറഞ്ഞോളൂ. 6 മണിക്ക് ദീപാരാധന. അത് കുഴപ്പമില്ലായിക്കോട്ടെ. 8 മണിക്ക് കൊച്ചുകുട്ടികളുടെ ചില കലാപരിപാടികൾ. ആയിക്കോട്ടെ. കൃത്യം 9:30 തന്നെ കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കുന്നതാണ്. അതെല്ലാം അമ്പലത്തിൽ ഇപ്പൊ ഉണ്ടല്ലോ. 10:30 നിഫ്രങ്ങൾ. നൃത്തങ്ങൾ എന്ന് പറഞ്ഞ ഡാൻസ് പരിപാടി. ഡാൻസ്. അതിനുശേഷം
കൃത്യം 1 മണിക്ക് തന്നെ കരിമരുന്ന് പ്രയോഗം നടക്കുന്നതാണ്. അതൊരു 3-3.5 മണിക്കൂർ കാണുമെന്ന് കൂട്ടിക്കോ. ഹലോ 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 അപ്പൊ ചുരുക്കി പറഞ്ഞ എന്റെ കച്ചേരി അവിടെ ഇല്ല, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. കണ്ടോ, എന്റെ കച്ചേരി ക്യാൻസൽ ആക്കി എന്ന് പറയാൻ വേണ്ടി അവൻ അവിടുന്ന് വിളിച്ച് എന്നെ കളിയാക്കും. എങ്ങനെയുണ്ട്? എടാ ഓടിക്കോളാൻ ഓടിക്കോ. നിങ്ങൾ എന്തിനാ ഓടുന്നെന്ന്? ഇങ്ങോട്ട് വന്നേ. എന്നാ നിങ്ങൾ അറിഞ്ഞില്ലേ ആന വിത്തളകി വരുന്നു? എടാ ആന പിച്ച ഇങ്ങോട്ട് വരുന്നു. ഓ അതല്ല, അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവമല്ലേ, ആന ചങ്ങലേ പൊട്ടിച്ചോണ്ട് ദേ വരുന്നു. ഓ എന്റെ ദൈവമേ, എന്റെ കച്ചേരി ഉള്ളതാണ് അവിടെ. നിങ്ങളെ കച്ചേരിക്കാരാണോ? പിന്നെ പറയത്തില്ലേ, ഈ കച്ചേരിക്കാർ പൊതുവെ ഈ മുടിയൊക്കെ എങ്ങനെ നീട്ടി വളർത്തിരിക്കുന്നതിന് കാര്യം എന്നാ? അതിന് കാര്യമുണ്ട്. അതായത് കച്ചേരി കുറഞ്ഞു വരുന്ന സമയത്ത് കൊച്ചു കുട്ടികളോട് നമുക്ക് മെഗാ ഷോയ്ക്ക് പോകാം ഫിഗർ ചെയ്യാനായിട്ട്. അതായത് നമുക്ക് മുടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമുക്ക് അന്യനെ ചെയ്യാം. 5 കൊലൈ 6 കൊലൈ 7 കൊലൈ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുടിയെടുത്ത് പുറകോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഭരത് ഗോപി ചെയ്യാന്നറിയാമോ? ചെന്നം കൊണ്ട് നീ എന്റെ മകളായിരിക്കാം, പക്ഷേ ഹൈ 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 ഹൈ. ഇതെന്നാ കാണിച്ചേ? അല്ല, ഞാൻ ഫിഗർ പിടിച്ചപ്പോ അങ്ങ് പോയതല്ലേ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ മണ്ണ് തിന്നാ വല്ല കുഴപ്പമുണ്ടാവുമോ? മണ്ണ് തിന്നല്ലേ. നീ എന്തിനാടാ അത് ഇവിടെ പറയുന്നേ? ഇന്നലെ നമ്മൾ കച്ചേരി കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിന്റെ പുറകെ നിന്നില്ലേ, എന്നെ മലമൂത്ത് പഠിപ്പിച്ച മാഷ് വന്നിട്ട് എന്നോട് ചോദിക്കുക ഇതിലും ഭേദം മണ്ണ് നിന്ന് ജീവിക്കാൻ മേലേന്ന്. കല്ലും കൂടെ തിന്നാൻ മേലായിരുന്നു. കല്ലുണ്ടെന്നേ, മൃതകം വായിക്കുമ്പോ മൊത്തം കല്ല. നിങ്ങൾ ഈ അമ്പലങ്ങളിലല്ലാതെ പള്ളികളിലൊക്കെ കച്ചേരിക്ക് പോകാറുണ്ടോ? പിന്നെ എടാ, ഈ സംഗീതത്തിനുണ്ടല്ലോ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. ഞങ്ങൾക്ക് പരിപാടിയില്ല. മക്കളൊക്കെ എങ്ങനെയാ സംഗീത കച്ചേരിയുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സംഗീതം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയൊന്ന് കഴിവാ. അതുണ്ടെങ്കിലേ നമുക്ക് ശോഭിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇതിനകത്തോടെ എടുത്ത് ചാടിയത്? അതുകൊണ്ടല്ലേടാ ശോഭിക്കാത്ത. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ കച്ചേരി പകരവേ നമുക്ക് ഈ ഭജൻസ് ഒന്ന് കയറി പിടിച്ചാലോ? ഭജൻസ് പിടിച്ചുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് ഈ സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് വേണ്ടെന്ന് വെച്ചേക്കും. ഈ ഭജന പാടുന്ന ആൾക്ക് കച്ചേരി പാടാമെങ്കിൽ പിന്നെ ഭജൻസ് പാടിയാലല്ല. ഈ മലയാള സിനിമയിലെ പാട്ടുകാരെ കുറിച്ച് ആശാന്റെ അഭിപ്രായം എങ്ങനെ? മലയാള സിനിമയിലെ പാട്ടുകാരെ കുറിച്ച് യേശുദാസ് കൊള്ളാം, വലിയ കുഴപ്പമില്ല, നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം. പക്ഷെ MG പോരാ. പോരാ പോരാ, ഭയങ്കര പോരാണ്. എന്നാന്നറിയോ, ഞാൻ ഈ സ്വരങ്ങളൊക്കെ പാടുന്നോണ്ട് എന്നോട് ഭയങ്കര പോരാന്ന്. അപ്പൊ ഹരിഹരനോ? ഹരിഹരൻ സംവിധായകനല്ലേ. സംഗീതത്തെ കുറിച്ച് നല്ല ബോധം. കഴിഞ്ഞ ദിവസത്തിൽ നിങ്ങളെ അമ്പലത്തിൽ കച്ചേരി നടന്നില്ലേ, ആ കച്ചേരിയെ കുറിച്ച് ആശാന്റെ അഭിപ്രായം എങ്ങനെയായിരുന്നു? എന്റെ ഒരു അനുഭവം, അതായത് പണ്ട് കോഴിക്കോട്ടല്ല കൊച്ചിറയല്ല, അവിടെ ഞങ്ങൾക്കൊരു കച്ചേരി നടത്തും. അതായത് ഭയങ്കര ഒരു അനുഭവം. അത് അവിടെ ഞാൻ കച്ചേരി നടന്നുകൊണ്ടിരുന്ന സമയത്ത് വലിയൊരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ ശങ്കര എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിയൊരു ഒറ്റ ഇടി വെട്ടി ഒരു ഒറ്റ മഴയാണ്. ഈ മഴ അങ്ങോട്ട് പെയ്തിട്ട് വെള്ളം അങ്ങോട്ട് പൊങ്ങിയിട്ടുണ്ടല്ലോ, അവിടെ റെഡ് അലേർട്ടായി, ഓറഞ്ച് അലേർട്ടായി, പിന്നെ അങ്ങ് വെള്ളപ്പൊക്കമായി. 1.5 ആഴ്ചയുള്ളൂ. 1.5 ആഴ്ച കഴിഞ്ഞ് പിന്നെ 1.5 മാസം ഉണ്ടല്ലോ ഞാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടന്ന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ ഒരു ഓട്ടോയും വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ചാക്ക് അരിയും പയറും വസ്ത്രങ്ങളും എല്ലാം എടുത്തോണ്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇടഞ്ഞാനയെ തളച്ചിട്ടുണ്ട്. എല്ലാവരും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അമ്മേ ശരണം, ദേവി ശരണം. ഞാനത് അങ്ങോട്ട് പൊക്കോട്ടെ. ഇപ്പോൾ അനൗൺസ്മെന്റ് കേട്ടില്ലേ, നാട്ടുകാർ കൂടി തളച്ച ആനയില്ലേ, അതിന്റെ പാപ്പാനാണ് ഈ ഞാൻ. എടാ താപ്പാനേ, നാട്ടിലെ കോമഡിക്കാർ ഐറ്റം വേറയിലേക്ക് ഹാർദമായ സ്വാഗതം. ബിനോയ്, രതീഷ്, വിനോദ് 3 പേരാണ്. അപ്പം അത് ആരൊക്കെയാണ്? കാര്യം പേരെ അറിയുള്ളൂ. അത് ആരൊക്കെയാണ്? ബിനോയ് ആരാണ്? ആറ്റത്തുനിന്ന് തുടങ്ങാം. എന്റെ പേര് ബിനോയ്. ഓക്കെ. കോട്ടയം ജില്ലയിലെ കങ്ങഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഓക്കെ. ബിനോയ് കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ച. ഭാര്യയുടെ പേരെന്താണ്? ഭാര്യയുടെ പേര് അനിത. മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് 2 കുട്ടികൾ. എത്രാം ക്ലാസ്സിൽ പഠിക്കണം? ഒരാൾ 4-ല്, ഒരാൾ 1-ല്. ഒരാൾ അക്ഷര, ഒരാൾ അതുല്യ. എന്താ ജോലി? ഞാൻ വണ്ടി ഓടിക്കാം. വീട്ടിലൊക്കെ കോമഡി ആണോ പരിപാടികൾ? എങ്ങനെയാണ് കോമഡി പരിപാടികളൊക്കെ? കാണുവോ? സ്ഥിരമായിട്ട് കാണുവോ? ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഫ്ലോറിൽ വന്നു. ആഗ്രഹം നടന്നില്ലേ? ഇനി നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ല. അടിപൊളി. ഇനിയാണ് നേടേണ്ടത്. തുടക്കം മാത്രമായിട്ട് വരാനിട്ടുള്ളത് നമ്മുടെ കുറെ നാളത്തെ പ്രയത്നം ഇവിടെ വന്നേ. ഓക്കെ. അപ്പം അതിൽ കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആഗ്രഹമായിരിക്കുന്നു. പിന്നെ ഇത്രമാത്രം ആഗ്രഹം എങ്ങനെ ഉണ്ടായി? ഇവിടെ വരണമെന്ന് ഇത്ര ആഗ്രഹം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇവിടെ വരണമെന്നാണെങ്കിലും പണ്ടൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് പരിപാടിക്കൊക്കെ പോകായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. എന്ത് വ്യത്യാസങ്ങളാണ്? എന്ന് പറഞ്ഞാൽ അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു പോയി. അപ്പൊ എനിക്ക് ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയപ്പോഴത്തേന് ഈ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്യും. അതെല്ലാം നമുക്കൊരു എന്താ പറയുക, മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഇത്ര ആയി കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് ആഗ്രഹം കൂടി വരും. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഒത്തു വരണ്ടേ. അപ്പം നമുക്ക് സാഹചര്യം ഒത്തു വന്നപ്പം നമ്മൾ ഇങ്ങ് വന്നു. അടിപൊളി. അപ്പം അടുത്ത ആള്
സാറേ എന്റെ പേര് വിനോദ് എന്നാണ്. ഞാനും കോട്ടയം ജില്ലയിൽ കറുകച്ചാലിനടുത്ത് കങ്ങഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ഞങ്ങൾ അയൽവക്കംകാരാ. അപ്പോൾ ജീവിതത്തിലെ ഇപ്പം ബിനോയ് പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു ദൈവാനുഗ്രഹമാണ് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത്. ഇയാള് കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാ സാറേ. വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് ഉഷ. മക്കള്? 2 കുഞ്ഞുങ്ങള്. 2 ആൺകുഞ്ഞുങ്ങള്. മൂത്താള് പവൻ, ഇളയാള് പ്രണവ്. ഓക്കെ. അവര് എത്രാം ക്ലാസ്സിൽ പഠിക്കണം? മൂത്താള് 6 പഠിക്കുന്നു, ഇളയ പുള്ളി 3 പഠിക്കുന്നു. പിന്നെ അമ്മയുണ്ട്, സരസമ്മജി എന്റെ അമ്മ. അച്ഛൻ മരിച്ചുപോയി. അമ്മയുടെയും എന്റെ കുഞ്ഞുങ്ങളുടെയും എന്റെ ഭാര്യയുടെ ഒക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും പരിപാടി ഒന്നു. എന്താ ജോലി? എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയൊക്കെയാണ്, കൂലിപ്പണിയും. എങ്ങനെയാണ് ഇതിലേക്കൊന്ന് വരാനുള്ള, ഇപ്പം നിങ്ങൾ തമ്മിൽ അയൽവക്കം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്തത്, അതോ ഇതിലേക്ക് എങ്ങനെയാണ് ഐറ്റം വരയിലേക്ക് വരാനുള്ള ഒരു ഇതെങ്ങനെ സാഹചര്യം അങ്ങനെ ഉണ്ടായി? ഇവൻ വരികയല്ലായിരുന്നു. ഇവരെ ഞങ്ങൾ വൈകിട്ട് ഇവന്റെ വീട്ടിൽ പോയി, ഞാനും രതീഷ് വീട്ടിൽ പോയിട്ട്, അല്ല ചില സാമ്പത്തിക ബുദ്ധിമുട്ട് അവനും ഉണ്ട് എനിക്കും ഉണ്ട്. അപ്പം വൈകിട്ട് ഇവിടെ വന്നാൽ 3-4-5 ദിവസം ഇവിടെ നിൽക്കണ്ടേ. 5 വെക്കുമ്പോഴത്തേനും 4 ദിവസത്തെ പണി പോകില്ലേ. 4 ദിവസം പണി പോകുമ്പോഴത്തേന് 4000 ദിവസത്തെ ബുദ്ധിമുട്ടാണ് നമുക്ക് ആ 4 ദിവസം കൊണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെ വന്നപ്പോൾ രാത്രിക്ക് ഞങ്ങൾ രണ്ടുപേരും പോയി പിന്നെ വീട്ടിൽ പോയി നിർബന്ധിച്ച് 11:30 വരെ നിർബന്ധം തന്നെയായിരുന്നു. 11:30 വരെ നിർബന്ധം മാത്രമേ. വിനോദ് പറയാമോ? ഞാൻ വരത്തില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ 3-4 ദിവസം മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അതോ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒന്ന് റെഡി ആക്കിയിട്ട് വേണമല്ലോ മാറാൻ. അത് ബിനോയ്ക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ബിനോയ് അതിനകത്ത് ഉറപ്പിച്ച് ഞാനിവിടെ വരുമെന്നുള്ളത്. ഞാൻ നിർത്തേന് രതീഷിനെ വിളിച്ചു പറഞ്ഞു, ബാഗ് തുണി എല്ലാം എടുത്തോളം. അടിപൊളി അടിപൊളി അടിപൊളി. ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നോ ഉള്ളോന്നല്ല, നമ്മളിവിടെ വരണ്ടേ. അതെ അതെ, ആദ്യം വന്ന് കിട്ടണമല്ലോ. ഇവിടെ വരണം. ഇവിടെ വരാണ്ടാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതാണ് യഥാർത്ഥ കലാകാരൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു ആഗ്രഹമുണ്ട് അല്ലേ? ആ ആഗ്രഹത്തിന് നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ ഒരാഗ്രഹമല്ല, 100,000 ആഗ്രഹമല്ലേ ഇവിടെ. പിന്നെ അതാണ് നാട്ടിലെ കോമഡി എന്ന് പറയുന്നത്. ഐറ്റം വരയിൽ വന്നെത്താനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ്. ബിനോയ് എന്നിട്ട് എങ്ങനെയാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നത്? വണ്ടിക്കൂലി എടുത്ത് ഞങ്ങളാ. അതാണ് ഞാൻ പറഞ്ഞത്. ബിനോയിനോട് ചോദിക്കാണ് ഈ പുള്ളിക്കാരൻ വരണമെന്നില്ലല്ലോ, പിന്നെ എങ്ങനെ സമ്മതിപ്പിച്ചു? ലാസ്റ്റ് രതീഷിനെ വിളിച്ച് പറഞ്ഞു, രതീഷേ വിനോദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവൻ വരുന്ന കാര്യം സംശയം, നീ 6 മണിയാകുമ്പോൾ നെടുങ്കുന്നത്ത് വന്നേക്കണം. നെടുങ്കുന്ന് പറയുന്ന സ്ഥലമുണ്ട്, വന്നേക്കണമെന്ന് പറഞ്ഞു. ഷർട്ടും മുണ്ടും എല്ലാം ആയിട്ട് 8 മണിയാക്കാം. അപ്പൊ നെടുങ്കുന്നത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി 9-10 മണിയാകുമ്പോൾ വീട്ടിൽ ചെന്നു. വിനോദിന് വീട്ടിൽ ചെന്നു. എന്നെ ആളും കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. പിടിച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെ പോയി ഒന്ന് ലാസ്റ്റ് ഒരു 11:30 ആയപ്പോഴത്തേന് വരാം ഏകദേശം. അല്ല റെഡിയായി. അടുത്ത ആളുടെ പേര് രതീഷേ പറ. എന്ത് ചെയ്യുന്നു? ഞാൻ പെയിന്റിംഗ് ആണ്. ഓക്കെ. ചങ്ങനാശ്ശേരി. ടിത്താനത്താണല്ലേ? അപ്പൊ പ്രചോദനം അറിയോന്നല്ല, പ്രചോദന്റെ വീടിന്റെ അടുത്താണോ? ഞാൻ ഇവരുടെ വീട്ടിൽ ആദ്യം കൂടെ പോയിട്ടുണ്ട്. ഞാൻ മാടപ്പള്ളാമ്പലത്തെ ഉത്സവത്തിന് വരുമ്പോഴേ. അല്ല അന്നൊക്കെ ഞാൻ ചോദിക്കണേ, ഇവിടെ വന്നേക്കുമ്പോ പ്രചോദനോട് ചാൻസ് ചോദിച്ചിട്ടില്ലേ? പ്രചോദേട്ടാ ഞാനിങ്ങനെ മിമിക്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ഞാൻ ഇന്നാള് പെരുമ്പനിച്ചിൽ പണിക്ക് പോകുമ്പോഴത്തേക്ക് അതിലെ കാറെ പോകുന്ന കണ്ടിട്ടുണ്ട്. കടയിൽ കയറിട്ട് പോകുമ്പോ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലേ? അല്ല വണ്ടി ഓടിക്കല്ല, വണ്ടി വല്ലതും ഇടിച്ചാലോ. അല്ല അത് കറക്റ്റ് ആണത്. ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിൽ സെക്കൻഡ് ഷോ കാണാൻ വന്നപ്പം കണ്ടായിരുന്നു. എന്ത് പടം വരുന്നത്? മലയാളം പടം. രതീഷ് കല്യാണം കഴിച്ചാളാ? ഞാൻ കെട്ടിയിട്ടില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, അനിയനെ, പെങ്ങള്. അമ്മ, അച്ഛൻ, അനിയൻ, പെങ്ങള് അല്ലേ? അവരൊക്കെ കല്യാണം കഴിച്ചാണോ? ആരാ? അമ്മ അച്ഛനല്ല. അവര് കല്യാണം കഴിച്ചിട്ടല്ലേ ഞങ്ങള്? ഒരു താളത്തിന് ചോദിച്ചു പോയത് കുഴപ്പമില്ല. പെങ്ങള് കല്യാണം കഴിച്ചാന്ന് ചോദിക്കുന്നത് പുള്ളി. രണ്ടുപേരും കല്യാണം കഴിച്ചാ? അവർ രണ്ടുപേരും കല്യാണം കഴിച്ചതാ. അതെന്താ അപ്പൊ ചേട്ടനായ ഈ രതീഷ് കല്യാണം കഴിക്കാത്തെന്താ? ഞാൻ കല്യാണം കഴിക്കാൻ അല്ല, ഞാൻ കല്യാണം അല്ല ഇവനെ മനസ്സിൽ വേറെ എന്തോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഈ സ്കിറ്റെല്ലാം അവിടെ താർന്നിട്ടേ വേറൊരു ലെവലിൽ നിൽക്കുക. എത്രയും പെട്ടെന്ന് അവിടുന്ന് ഭാഗ്യമായിട്ട് നേരെ ഇതിലെ നടന്ന് ബസ്സിലുള്ള അതുകൊണ്ട് നമുക്ക് ഇനിയും വരാൻ സാധിച്ചെങ്കിൽ അന്നേരം ഞാൻ കറക്റ്റായിട്ട് പറയും. ഇപ്പൊ വിട്ടേക്കരുത്, ആ പടം പെട്ട് നിൽക്കുക. ഗംഭീരായിരുന്നു.
ഇപ്പൊ ചെയ്ത സ്കിറ്റ് ഉഗ്രനായിരുന്നു കേട്ടോ. 3 പേര് നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഭാഗവതർ ആയിട്ട് വന്ന ആളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ തലമുടിയും കാര്യങ്ങളും അവരുടെ ചേഷ്ടയും കാര്യങ്ങളും അവർക്കൊക്കെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, അതൊക്കെ പിടിച്ച് നല്ല വിനോദ് നല്ല ഗ്രാൻഡായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ആനപ്പാപ്പം വന്നതും നല്ല ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കോസ്റ്റ്യൂമൊക്കെ കറക്റ്റായിട്ടൊക്കെ ചെയ്ത് ഓടി വരാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ആനയുടെ പാപ്പാനായിരിക്കും എന്നുള്ളത്. പിന്നെ അത് തന്നെയല്ല നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിലെ നമ്മുടെ ഫോണില്ലേ, ഫോൺ കോള്, അത് ഉഗ്രം കൈയടിയുണ്ടാകും. കാരണം അതിനകത്തൊക്കെ ഭയങ്കര ഹ്യൂമർ ഉണ്ട്, തമാശ നല്ലതായിരുന്നു അതിനകത്ത്. പിന്നെ നിങ്ങളുടെ അവതരണത്തിലേക്കാണ് വന്നത്. അത് കഴിഞ്ഞാൽ അത് നമ്മൾ നന്നായിട്ട് ചിരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ താത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും. പക്ഷെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടാ ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫീലൊന്നും ഞങ്ങൾക്ക് കണ്ടില്ല കേട്ടാ. ഇനിയാണ് അടുത്ത പ്രാവശ്യം വരുമ്പോഴാണ് നമ്മൾ ഗംഭീരമാക്കണം കേട്ടാ. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഇതിനകത്ത് ചിരി വന്നൊരു കാര്യം, പല ട്രൂപ്പുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. സാധാരണ ഈ ന്യൂ ഇയർ ദിവസം ഉണ്ടല്ലോ, പരിപാടി ഇല്ലെങ്കിൽ പറയും നമുക്ക് ഞാൻ ഒന്ന് പ്രോഗ്രാം എടുത്തില്ല. അതുപോലെ ശിവരാത്രി ദിവസം പ്രോഗ്രാം ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് വലിയ പ്രശ്നമാണ്. അപ്പൊ ആ ദിവസം നിങ്ങൾക്ക് സ്ഥലം ടൂറ് വിട്ട് കളയാന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൊണ്ടു. കാരണം എനിക്കല്ല, എൻ്റെ ഗ്രൂപ്പിലുള്ള പലവർക്കും ഇത് അനുഭവമാണ്. അതാണ് നമ്മളായിട്ട് റിലേറ്റഡ് ആയി സാധനം, അതുകൊണ്ട് കൊണ്ടു. അത് ആദ്യം ഒരു അനൗൺസ്മെന്റ്, അത് ശരിക്കും ചിരിച്ചുപോയി. അതായത് ആന വന്ന് ഓഫീസിൽ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരു സാധനം. പക്ഷെ അത് ചുമ്മാ പറഞ്ഞങ്ങ് പോയി. പക്ഷെ ഇതിൻ്റെ ക്ലൈമാക്സ് അതിൽ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്രില്യൻസ്. ഈ പറയുന്ന പ്രതി ഇവിടെ തന്നെ ഉണ്ട്, ഈ പ്രതി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഈ ആന പാപ്പാൻ. അപ്പോൾ അതിലൊന്ന് ഫിനിഷ് ചെയ്തു എന്നുള്ളത് നല്ലതായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള നല്ല ചില കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പെർഫോമൻസിനേക്കാളും എനിക്ക് തോന്നുന്നു ചാറ്റിങ്ങാണ് കുറേ നമ്മളെ ചിരിപ്പിച്ചതെന്ന്. അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ നിങ്ങൾ ചാറ്റിങ് എത്തിയപ്പോൾ കുറേയും കൂടെ ഫ്ലെക്സിബിളായി. ആ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി വേണം അടുത്ത സ്കിറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ഇനി വരുമ്പോൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. രതീഷ്, വിനോദ്, ബിനോയ്, നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇങ്ങനൊരു ഐറ്റം വേറെ എന്ന് പറഞ്ഞ ഫ്ലോറിലേക്ക് വരിക. അത് നിങ്ങൾക്ക് അത് കിട്ടിയത് തന്നെ നല്ലൊരു കലാകാരന്മാരായതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതിനുള്ള സ്നേഹമാണ്, അത് ചെയ്യണമെന്നൊരു ആഗ്രഹമാണ്. നിങ്ങളിവിടെ വന്നു, നിങ്ങളാൽ കഴിയുന്ന ഭംഗിയായ രീതിയിൽ നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൗണ്ടറുകളൊന്നും പോകാതെ. പിന്നെ എനിക്ക് തോന്നുന്നു 3 പേരും നല്ല ടാലൻ്റുള്ള ആർട്ടിസ്റ്റുകളാണ്, 3 പേരും കേട്ടോ. അടുത്തതിൽ നിങ്ങൾ ഇതിനേക്കാൾ ഗംഭീരമായി പെർഫോം ചെയ്യാനുള്ള നല്ല സ്കിറ്റുകൾ കണ്ടെത്തുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. നന്നായിട്ട്, കാര്യം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അതിനെ നേരം കാണുകയുള്ളൂ. ഞാനിപ്പോഴും പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണ്. നിങ്ങൾ 3 പേര് ഈ വന്ന് വേദിയിൽ പെർഫോം, എത്രയോ പേര് കാണുന്നൊരു പ്രോഗ്രാമാണിത്. അടുത്തതിൽ എല്ലാം മറന്ന് നിങ്ങൾ ഇതിനായിട്ട് നിൽക്കുക. ഗംഭീരമായ സ്കിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഉറപ്പായിട്ടും. 3 പേരും ദൈവം അനുഗ്രഹിക്കട്ടെ. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. ആദ്യ മാർക്ക് ഞാൻ തരാൻ പോകണം. ഞാനൊരു 10,000 രൂപ അങ്ങനെ തരിക. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 10,000 രൂപ ഈ 3 പേർക്കും ഒരു ദിവസം കിട്ടുന്ന പൈസ കേട്ടണ്ട? ഇല്ല, കിട്ടില്ല. ഈ ഞാൻ 4 ദിവസത്തെ പണി കളഞ്ഞിട്ടാണ് വന്നേക്കണം. ഒരു ദിവസം ഇത്രയും കിട്ടുമോ? ഇല്ലല്ലോ. ഇത് ഞാൻ അപ്പൊ 4 ദിവസം എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. ബാക്കി വരുവട്ടോ, പിടിച്ചോ. പിടിച്ചുകൂടെ തന്നെയല്ല, ഞാൻ ഈ 11:30 വരെ ഒരു നിർബന്ധിച്ചുകൊണ്ടാണ് ഈ മറ്റേ 2 പേർക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പ്രസാദം കൊടുക്കും. ശരി, ഞാനും അതെ, ഒട്ടും കുറക്കൊന്നുമില്ല. 10,000 രൂപ. ഇനി പുറകോട്ട് നോക്കിക്കോ. 10,000. രതീഷിന്റെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലേ ഒരു മാർക്കാണ് കിട്ടിയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നമാണ്. രതീഷ് പറയൂ. രതീഷ്, ഞാൻ പറയുന്നതിലല്ല, രതീഷിന്റെ ഇമോഷൻസ് നമുക്ക് അറിയാൻ പറ്റും. ആ കിളി അടിച്ച് നിൽക്കുക. അല്ല പറഞ്ഞോ. സന്തോഷം അതല്ല, എന്നറിയോ, ഇപ്പൊ 35,000 കിട്ടിയില്ലേ? അപ്പൊ ഒരു സന്തോഷം പങ്കുവെച്ചാൽ മതി. പറഞ്ഞോ. സംഭവം എന്താന്ന് വെച്ചാലേ, ഞാൻ രാവിലെ 8:30 പണിക്ക് പെയിന്റിങ് പണിക്ക് കയറിയിട്ട് 5 മണിയാകുമ്പം ഞാൻ വീട്ടിൽ നിന്ന് തുണി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഈ വിനോദിന്റെ വീട്ടിൽ കിടക്കുക. ബിനോയ് ഞാൻ പറയാം, ബിനോയിയുടെ വീട്ടിൽ ഞാൻ ചെല്ലും. എന്നിട്ട് വിനോദിനെ വിളിച്ചിട്ട് ബിനോയിയുടെ ഒരു പെങ്ങടെ വീടുണ്ട്, അത് കങ്ങയുടെ ഉള്ളിലാണ്, ഭയങ്കര തോട്ടമാണ്. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് രാത്രിയായി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ല. അവിടെ 1 മണി വരെ ഞങ്ങൾ റിഹേഴ്സൽ എടുത്തിട്ട് പിന്നെ വിനോദിനെ കൊണ്ട് വിനോദിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടുന്ന് നേരെ നമ്മുടെ പാമ്പാടിക്ക് കിടക്കുന്ന അവിടെ ഇവരുടെ ഒരു ചേട്ടന്റെ വീടുണ്ട്. ഈ പെങ്ങടെ വീട് വാടകയ്ക്കാണ്, അവിടെ അടച്ചിട്ടേക്കുക. അതിന്റെ മിറ്റത്തിരുന്നത് ചെയ്യുന്നത്, അവിടെ കിടക്കാനും പറ്റത്തില്ല. എന്നിട്ട് ഈ രാത്രി ഞാനും ബിനോയും കൂടെ
ഇവരുടെ ചേട്ടൻ്റെ വീട്ടിൽ. അവിടെ ചെന്ന് അവിടെ കൊണ്ട് കിടത്തിയിട്ട് രാവിലെ 6 മണിയാകുമ്പം എന്നെ നേരെ കൊണ്ട് നമ്മുടെ മാധുര്യത്തിൽ കൊണ്ടാക്കും. ഞാൻ അവിടുന്ന് ബസ് കയറി നേരെ പനസ്ഥലത്തോട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ഈ 4-5 ദിവസം റിഹേഴ്സൽ എടുത്തിട്ട് നമ്മള് ഇവിടെ നേരെ പണി കഴിഞ്ഞ് ഇവിടെ നേരെ വീണ്ടും പിറ്റേ ദിവസം പണിക്ക് പോവാ. ഇത് നമ്മള് ഗ്രൂമിങ്ങിന് വരാൻ വേണ്ടി ചെയ്ത പരിപാടിയാ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനാണ് മേളിൽ നിന്ന് വൈറ്റ് സിമെന്റ് അടിച്ചോണ്ടിരിക്കുന്നു കരിഞ്ഞ വെയിലത്ത്. ബിനോയ് വിളിച്ചിട്ട് പറയാം അവിടുന്ന് വെളി വന്ന് നാളെ വരണമെന്ന്. ഞാൻ അമിജായ എനിക്ക് പോകണം. ഒന്നും പോ ഇവിടുന്ന് പെയിന്റ് അടിച്ചോളാം ഉള്ള കാര്യം ബിനോയ് പണിയാരും വിടുത്ത് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല പോകണ്ടെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ വന്നത്. വിനോദിന്റെ സന്തോഷമാണ്. പറയൂ. ഇവിടെ വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമാണ്. അത് ഞാൻ പറയാം. കാരണം അതായത് ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കൊരു വലിയൊരു ഒരു ഇതുണ്ടായിരുന്നു. അതിലും അത് കുഴപ്പമില്ല. ഞാനതിലും ഒപ്പിച്ചു. കുഴപ്പമില്ല, സന്തോഷം. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. എന്തായാലും ഞങ്ങൾ 3 പേരുടെ ഒന്നിച്ച് ഒരു മനസ്സോടെ ഇവിടെ വരാൻ പറ്റി. അത് നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ ചോദിക്കട്ടെ, നാട്ടിലൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ 3 പേരെ നാട്ടിലൊക്കെ എല്ലാവരും കൂട്ടുകാരന്മാരോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. ഇല്ല സത്യം ഇല്ല. ചോദിച്ചു എന്റെ അച്ഛൻ, അമ്മ, എന്റെ അനിയൻ, ഞാൻ ഈ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഈ 4 ദിവസമായിട്ട് ഒരു കൂട്ടുകാരൻ എന്റെ പെറ്റ തള്ളെ പോലും ഞാൻ വിളിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ രതീഷ് ഇത്രയും വെപ്രാളം വെച്ച കാര്യം എന്താണ്? വേറെ ഒന്നുമല്ല. ഇപ്പൊ ഇവിടെ ഇത് ഫൈനലി ആയിട്ട് നമ്മളെ ക്ലൈമാക്സ് അടിച്ച് നിർത്തുമ്പോ പോരാ, അവിടെ വരെ ടെൻഷനാ. അല്ല രതീഷേ, ഇനിയിപ്പോ ധൈര്യമായിട്ട് പറയാലോ, എല്ലാവരും ഫോൺ ചെയ്ത് പറയാം, അമ്മേനെ എല്ലാരും വിളിച്ച് പറയാലോ. ഞാനിപ്പോ ഇപ്പൊ തുടങ്ങിയ വിളി 10-15 മണി വരെ വിളിയാ. രതീഷ് ആദ്യം വിളിക്കുന്നത് ആരാന്നറിയോ? മറ്റേ വൈറ്റ് സിമെന്റ് അടിക്കാൻ മേളിക്കറ്റി. ഈ പ്രോഗ്രാം കാണുവാണല്ലേ തമ്പിച്ചേട്ടാ, മടുക്കുമ്പോൾ തമ്പിച്ചേട്ടാ ഹായ്. അല്ല ഞാൻ കരുതിയ തമ്പിച്ചേട്ടാ ഓക്കെ, ബാക്കി പണിയൊക്കെ ചേട്ടൻ കിട്ടൂല അത് പറയാനാണ് കരുതി. അതാണ് പറയാൻ വന്നത്. അല്ല തമ്പിച്ചേട്ടാ ബാക്കിയൊക്കെ പണി തമ്പിച്ചേട്ടൻ എന്നെ കിട്ടൂല, അതാണ് പറയാൻ വന്നത്. അല്ലല്ലോ, എനിക്ക് 4 കഴിഞ്ഞ് പുള്ളിയോടെ പോകണ്ട. നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ എന്ന നമ്മുടെ സെഗ്മെന്റ് ഏറ്റവും അധികം ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റാണ്. ഇനിയും ഇതുപോലെ കഴിവുള്ള ആർക്കെങ്കിലും ഈ ഫ്ലോറിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും നാളെ ഇതുപോലെ സ്റ്റാറുകളായി ഈ വേദിയിൽ നിൽക്കാം. ഇതുപോലെ നല്ല നല്ല സ്കിറ്റുകൾ നിങ്ങൾക്കും ചെയ്യാം. 3 പേർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അടിപൊളി. ബിജുക്കുട്ടാ ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് തന്നെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണുന്നവരേക്കും സന്ധിക്കുവരേക്കും വണക്കം. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. വേറെ